ചെറുപ്പുളശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റമില്ല. നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷാംഗങ്ങൾ. വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിലാണ് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയത്. ആർക്കൊക്കെയോ വേണ്ടിയുള്ള ഈ തീരുമാനത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് പ്രതിപക്ഷം. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയിലാണ് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് നഗരത്തിലെ ട്രാഫിക് പരിഷ്കാരത്തിലെ മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ മറുപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. മറുപടി കിട്ടണം, ഒരു സംശയമാണ് കാര്യത്തിൽ. കാരണം ഞങ്ങൾ പലതവണ നഗരസഭയുടെ ഗേറ്റ് മുതൽ നഗരസഭാ കൗൺസിൽ വരെ ആവശ്യപ്പെട്ടിട്ടും മാന്യമായ കൃത്യമായ ഒരു മറുപടി ഈ യാത്രക്കാരുടെ പ്രശ്നത്തിൽ ചെർപ്പശ്ശേരിയിലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം ജനങ്ങളും ആക്ഷേപം ഉന്നയിക്കുന്ന, നിർദ്ദേശങ്ങൾ വെക്കുന്ന, പരാതി പറയുന്ന, പ്രയാസം പറയുന്ന ഒരു കാര്യത്തിന് ഒരു തീരുമാനം എന്താണെങ്കിൽ ആ തീരുമാനം ഈ കൗൺസിലിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനു മറുപടിയായാണ് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ ഭരണസമിതിയുടെ നിലപാട് വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ P മമ്മിക്കുട്ടി MLA വിളിച്ച യോഗത്തിൽ ബസ് ഉടമകളുമായും വ്യാപാരികളുമായും ചർച്ച നടത്തിയിരുന്നു. ചെറു റൂട്ടുകളിലോടുന്ന ബസ്സുകളോട് പഴയ സ്റ്റാൻഡ് പരിസരത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും മുഴുവൻ ബസ്സുകളുമല്ലാതെ തയ്യാറല്ലെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. എന്നാൽ നഗരസഭ അത്തരമൊരു പരിഷ്കാരത്തിന് ഇനി തയ്യാറല്ലെന്ന് സി ജയകൃഷ്ണൻ വ്യക്തമാക്കി. ഒന്നായിട്ട് വരുന്നതിന് ഒരു കാരണവശാലും നമ്മൾ അതിനെ അംഗീകരിക്കില്ല. കാരണം അത്ര ശ്വാസം മുട്ടിയിട്ട് ഇവിടെയുള്ള ട്രാഫിക്കിന്റെ ഗതികേട് അനുഭവിച്ചവരാ. ആ ഗതികേട് അനുഭവിച്ചപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറെ ആൾക്കാർ ജനപ്രതിനിധികളെ റൂട്ടിലേക്ക് ഓട്ടിയിട്ടും എങ്ങനെ അത് തീർക്കണം എന്ന് നിയമപാലകരുടെ സഹായത്തോടു കൂടി ഒരു കാര്യം ഉറപ്പാണ്, എന്ത് വന്നാലും ഒരു പോലീസുകാരൻ പോലും അവിടെ വന്ന് നിൽക്കാൻ തയ്യാറല്ല. ഒരു പറഞ്ഞ കാര്യമില്ല, ലിമിറ്റാണ് പോലീസുകാർ. നമുക്കറിയാം, തൂഫാനൊക്കെ നല്ല രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നല്ല അപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയും കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്നിട്ട് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിലെ ലോക്കൽ ബസ്സുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് നടപ്പാക്കാൻ പറ്റുന്ന ബസ് ഓണേഴ്സിനേക്ക് നല്ല കാര്യം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാനാണ്. അല്ലാണ്ട് ഒരു മാറ്റത്തിലും ഈ ഭരണസമിതി മാറ്റമില്ല എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു. തുടർന്നാണ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ഇനിയെങ്കിലും ചെർപ്പശ്ശേരിയിലെ ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഭരണസമിതിക്കാവില്ലെങ്കിൽ അങ്ങനെ ആ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ കൗൺസിലിൽ ഇറങ്ങിപ്പോകും. തുടർച്ചയായിട്ട് ആദ്യം വൈസ് ചെയർമാന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് BJP അംഗം P ജയനും യോഗം ബഹിഷ്കരിച്ചു. ഇതൊക്കെ തുടർച്ചയായിട്ട് ലംഘിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളുടെ ടൗണുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ മുഴുവൻ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വകാര്യത്തിൽ എവിടെയെങ്കിലൊക്കെ ചില കമ്മിറ്റികൾ കൂടി എന്നിട്ട് അവിടെ ചർച്ച ചെയ്തു എന്ന് പറയുന്ന മറുപടി തൃപ്തികരമല്ല. ഈ വിഷയത്തിൽ പരിഹാരമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കും. നഗരസഭാ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച UDF അംഗങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഒരു മാറ്റത്തിനും തയ്യാറാകാത്ത രണ്ട് തട്ടിലായ ഭരണസമിതിക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുമെന്നും അറിയിച്ചു. രണ്ട് പക്ഷമാണ്, കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കൗൺസിലിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ പ്രശ്നം പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞത് ചാനൽ റിപ്പോർട്ട് ചെയ്തതാ. എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായി എന്താണ് വൈസ് ചെയർമാൻ പറഞ്ഞത്? ഒരു കാരണവശാലും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തെ പരിഹരിക്കാൻ, ലഘൂകരിക്കാൻ ഒരു നടപടിയും ഈ ഭരണസമിതി എടുക്കില്ല എന്നാ ഞങ്ങൾ ആര് പറയണതാ വിശ്വസിക്കേണ്ടത്? ഞങ്ങൾ വൈസ് ചെയർമാൻ പറയുന്നത് വിശ്വസിക്കണോ? ഞങ്ങള് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? കൂട്ടുത്തരവാദിത്തമില്ലാത്ത, ഞാൻ വെറുതെയല്ല പറഞ്ഞത്, ഭരണസ്തംഭനം ഇവിടെ നടക്കുന്നതിന്റെ പ്രധാന കാരണം എന്താ? ഇവർ തമ്മിലുള്ള പോരാണ്. ഇവിടെ കൂട്ടുത്തരവാദിത്തമില്ലാതെ ഓരോരുത്തരും ഇവിടുത്തെ ചെയർമാൻമാരായി നടക്കുക. ഇത് ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങളോട്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെ കൂട്ടത്തിലെ പോരവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ട്രാഫിക് പരിഷ്കാരത്തിൽ സമൂലമായ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്
ഭരണസമിതി ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ ചക്രത്തിപ്പോരിന് കാത്തു നിൽക്കുകയല്ല ചെർപ്പളശ്ശേരിയിലെ ജനങ്ങൾ. അവർ ദിവസവും പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിന് പരിഹാരമുണ്ടാക്കുന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ കൂട്ടുത്തരവാദിത്തമില്ലാത്ത സ്വജനപക്ഷപാതം മാത്രമുള്ള ആർക്കോ വേണ്ടി തീരുമാനമെടുക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഈ ഭരണസമിതിക്കെതിരായ ജനകീയ പോരാട്ടവുമായി ഞങ്ങൾ UDF മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കരാറുകാരൻ തുക കെട്ടിവെക്കാത്തതിനെ തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് നേരത്തെ അംഗീകരിച്ച ലേലം അസാധുവാക്കാനും പുതിയ ലേല തീയതി നിശ്ചയിക്കാനും യോഗം തീരുമാനിച്ചു. പുതിയ ഒരു ലേല നടപടിയിലേക്ക് തുടങ്ങി. അത് എങ്ങനെയാണ് നമ്മൾ മുൻപത്തേതുപോലെ ഓപ്പൺ ലേലത്തിലേക്ക് കടക്കണോ അതല്ലെങ്കിൽ സീൽഡ് ടെൻഡറാക്കി ക്ഷണിച്ചുകൊണ്ട് നടപടിയിലേക്ക് നടക്കണോ എന്നുള്ളത് അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സെക്രട്ടറി വിശദീകരിച്ച് എത്രയും പെട്ടെന്ന് ഒരു തീയതി കണ്ട് നമ്മൾ ആ ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. CCN ചെർപ്പുളശ്ശേരി.